നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, കാര്യങ്ങൾ ഉറപ്പില്ലാതെ കാശ് വാങ്ങാന്ന് വെച്ചാ അതൊന്നും വേണ്ട. അതുമല്ല, പെണ്ണിന്റെ വീട്ടുകാര് കാശ് വാങ്ങി കല്യാണം നടത്തുക എന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. ആളുകള് കേട്ടാ അത് വേണ്ട മോനെ. അമ്മ അത് ഈ പണമൊന്നും എടുത്ത് വെക്ക്, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. അപ്പോ അമ്മ പണം സ്വീകരിച്ചു എന്ന് വെച്ചാ നമ്മൾ കരാറങ്ങ് ഉറപ്പിക്കുക. അപ്പോഴേ ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിലങ്ങ് അറിയിക്കും. വീട്ടിൽ നിന്ന് കുറച്ചുപേർ ഇങ്ങോട്ട് വരും. രണ്ടാം ഘട്ടമായിട്ടല്ലമ്മേ, ഒന്നാം ഘട്ടമായിട്ടാ നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നേ. എന്ന് വെച്ചാ ആളും ആരവും ഒക്കെയായി ഗംഭീരമായിട്ട് തന്നെ. അശ്വതിയെ ചതിച്ചില്ലേ ആനന്ദ നിലയത്തിലെ ആദിത്യൻ, അവൻ ഈ നാട്ടിൽ നിന്ന് പോവും. അവൻ മാത്രമല്ല, ആനന്ദ നിലയം എന്ന വീടും പിന്നെ അവിടെ ഉണ്ടാവില്ല. അശ്വതിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം അതാ, ആനന്ദ നിലയത്തെ തകർക്കല്. അമ്മേ, നമ്മൾ തമ്മിൽ ഒരു കരാറായിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണ കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത സംസാരം വീട്ടുകാർ തമ്മിലാവട്ടെ. കാശിനാവശ്യമുണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. ശരി മോനെ. കൃത്യസമയത്ത് തന്നെ അശ്വതി വന്നല്ലോ. അശ്വതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു. എന്ത് കാര്യങ്ങള്? നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ച കാര്യം തന്നെ. അല്ല മോനെ, അശ്വതിയോട് ഞാൻ സംസാരിച്ചോളാം, മോൻ പൊയ്ക്കോ. അല്ല, ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹം തന്നെ സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണക്കാര്യം. ഓ, ആ കാര്യായിരുന്നോ? ആ കാര്യത്തെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. എന്താ, കല്യാണം കഴിച്ചോളാന്ന് ആദിത്യം വാക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. വാക്ക് തന്നിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കെട്ടിക്കോളാന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ പേരില് നിങ്ങൾ സമയം കളയണ്ട, ഇറങ്ങിക്കോ. അശ്വതി, നീ അഹങ്കാരം കാണിക്കല്ലേ, അകത്ത് കയറിപ്പോ. അശ്വതി എനിക്ക് വിവാഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അമ്മ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ അഡ്വാൻസ്. വലിയ തുകകളെ പുറകെ വരും. അമ്മേ, ആ പണം എവിടെ? മോളെ, നീ ഒന്ന് അടങ്ങി നിക്ക്, കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അമ്മേ, പണം എവിടെയെന്നാ ചോദിച്ചേ? അയ്യോ, പൈസ വലിച്ചെറിയാൻ പാടില്ലെന്നാ. പക്ഷെ നിങ്ങൾ തന്ന ഈ പണം എനിക്ക് വിലയിട്ട പണോ, അതിങ്ങനെ തന്നെ മടക്കി തരേണ്ടത്. അശ്വതി, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകളയും. ചാകാൻ ഭയക്കുന്നവര് ഇത് കേട്ടാ ഭയക്കും. മരിക്കാനുള്ള പേടിയൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു. പിന്നെ എന്നെ കൊല്ലാൻ വന്ന കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കരുതണ്ട. നിന്നെ ഞാൻ എടുത്തോളാം.
എടാ കണ്ണ, നീ എങ്ങനെ ഇവിടെ വന്നു? അതിശയായിരിക്കുന്നല്ലോ. അടുത്തൊരു അമ്പലത്തിൽ വരണമായിരുന്നു. ആ ഗേറ്റിന്റെ ഭാഗത്ത് വന്നപ്പോ ഇവിടെ സാറാണെന്ന് തോന്നി, അങ്ങനെ അകത്ത് വന്നത്. ഞാൻ ശ്യാമയെ വിളിക്കാം. ശ്യാമയ്ക്ക് ഇപ്പോഴും നീ ആരാണെന്ന് പിടികിട്ടിട്ടില്ല. സാർ, ശ്യാമച്ചിക്ക് പതുക്കെ മനസ്സിലായാൽ മതി. സാറ് വിളിച്ച് ശല്യപ്പെടുത്തണ്ട. സാറിന്റെ മുഖത്താകെ ഒരു വിഷമം. എന്താ സാറേ കാര്യം? നിന്റെ ശ്യാമേച്ചിയുടെ ശബ്ദം പോയടാ. ശബ്ദം പോയോ? കഷ്ടമാണല്ലോ. പാവം, നിന്റെ ശ്യാമേച്ചി ആകെ വിഷമത്തിലാ. ശ്യാമച്ചിയുടെ ഒട്ടും വിഷമിക്കണ്ടെന്ന് പറ സാറേ. നിനക്കത് പറയാം. ശ്യാമ ഒരു പാട്ടുകാരിയാ. പാട്ടുകാരിക്ക് ശബ്ദം പോയ പിന്നെ എന്ത് ചെയ്യോടാ? എന്റെ സാറേ, പാട്ടുകാർക്ക് ഒരുപാട് പ്രാവശ്യം ശബ്ദം പോയിട്ടുണ്ട്. സാറ് കേട്ടിട്ടില്ലേ? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ആ സ്വാമിക്ക് ശബ്ദം പോയി. എന്നിട്ട് പിന്നീട് ശബ്ദം കിട്ടി. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ശബ്ദം തിരിച്ചു കിട്ടിയതെന്നാ വിശ്വാസം. ആ പാട്ട് സാറ് കേട്ടിട്ടില്ലേ? ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ തന്റെ ശംഖം കൊടുത്തവനെ. വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ആ സ്വാമി. സാറ് സമാധാനിക്ക്, എല്ലാം ശരിയാവും. എന്നാ ഞാൻ പോട്ടെ. നിക്ക്, ഞാൻ ശ്യാമയെ വിളിക്കാം. അല്ല സാറേ, എനിക്ക് പോണം, സമയമായി. ശ്യാമേ, ശ്യാമേ, ദാ കണ്ണൻ വന്നിക്കുക. ഞാൻ പറയാറുള്ള കണ്ണൻ. ശ്യാമേ, എന്താ മോനെ? കണ്ണൻ, ഞാൻ പറയാറുള്ള കണ്ണൻ, അവൻ ഇവിടെ വന്നിരുന്നു. നീ വന്നേ. രണ്ടുപേർക്കും കിളി പോയെന്നാ തോന്നുന്നേ. കിളികൾ പറന്നതോ. കണ്ണൻ ഇവിടെ വന്നു, ഞാൻ കണ്ടതാ. ഇവിടെ ഒന്ന് സംസാരിച്ചു. എടോ, ഞാൻ അവിടെ ഇരിക്കുമ്പോ അവൻ കേറി വന്നതാ. എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോയി. എവിടെ പോയി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.